സഹോദരങ്ങളോട് സഹോദരിമാരോട് കണ്ണുനീരോടുകൂടി ഒരു സംഭവം ഞാൻ പറയുകയാ. 7 പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന, ചോദിക്കാതെ തന്നെ സ്വർണം കൊടുത്തേക്കുന്ന, ആവേശത്തോടെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയെ അടുത്ത പെൺകുട്ടിയെ ഞാനതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ വാക്ക് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ നാടിന്റെ അടുത്ത് കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു വിവാഹം കഴിഞ്ഞ മണവറ. ആ മണിയറയുടെ കളർ കടലാസുകൾ മാറ്റിയിട്ടില്ല, പൂക്കൾ മാറ്റിയിട്ടില്ല, മണിയറയുടെ മനോഹാരിത നഷ്ടം വന്നിട്ടില്ല. അവിടെയാണൊരു മരണം നടന്നത്. ഈ വിനീതനാണ് പൊതിയാൻ വേണ്ടി പോയത്. ആ മയ്യത്ത് പൊതിയാൻ ആ വീട്ടിന്റെ അകത്തേക്ക് കിടന്നു ചെന്നപ്പോ മണവറയുടെ കട്ടിലാണ് പ്രിയപ്പെട്ടവരെ പൊതിയാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയിരുന്നത്. അത്ഭുതം തോന്നിപ്പോ എനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം മാത്രമാണ് ഭർത്താവിന്റെ ശരീരം പൊരിഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായൊരു നോക്കുന്ന കാണണമെന്ന് പറഞ്ഞ് മുടിയെല്ലാം വാരിപ്പിരുന്ന് കിടക്കുകയാണ്. ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. പാവപ്പെട്ട പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വന്ന് തല ചുവലിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മയ്യത്ത് കൊണ്ടുവരുമ്പോ 2-3 ഉപ്പമാരനോട് പറഞ്ഞതാ, ശ്രദ്ധയോടെ കേൾക്കണേ. വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പണത്തിന്റെ പവർ കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സുഖിക്കുന്ന, രസിക്കുന്ന യുവത്വമേ, ശ്രദ്ധയോടുകൂടി കേട്ടോ. 2-3 ഉപ്പമാര് പറയുകയാണ്, ഉസ്താദേ ഇവനതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, മരണമല്ലേ, അതല്ല കൊടുക്കുന്നതല്ലേ, അവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അപ്പോഴാണ് ഒരാള് പറഞ്ഞത്, ഉസ്താദേ 3 വർഷത്തിൽ കൂടുതൽ യവൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തരാ. പിന്നെ എന്തിനാണ് അവൻ കല്യാണം കഴിക്കാൻ പോയത് ഉസ്താദേ? പിന്നെ എന്തിനാണ് നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയത്? കാര്യം അന്വേഷിച്ചപ്പോൾ ആ യുവാവിന്റെ പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമോനോട് നമ്മളൊക്കെ പറഞ്ഞതാ വേണ്ട, കല്യാണം കഴിക്കണ്ടടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞുപ്പാ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീം കുട്ടിയെ കല്യാണം കഴിക്കാ. ആ പെൺകുട്ടിയുടെ കണ്ണീരുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് അള്ളാഹു എനിക്ക് ആഫിയത്ത് തന്നാൽ, അള്ളാഹു എന്റെ രോഗ്യം മാറ്റി തന്നാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാര്യയെ ഇറങ്ങി വന്ന് വെളിയിലേക്ക് ആ പെണ്ണിനോട് ചോദിച്ചു, സുന്ദരിയായ പെൺകുട്ടിയാണ്, പാവപ്പെട്ട 16-17 വയസ്സിനകത്ത് പ്രായമുള്ള പെണ്ണാണ്. ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, മരിക്കുമെന്ന് ഉറപ്പുള്ള ഭർത്താവിന് വേണ്ടി എന്തിനാണ് നിക്കാഹിന് സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ കണ്ണീരിന്റെ കരയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, ഈ പാവപ്പെട്ട ഔസാറുവാക്കവിടെ കൽബിനെ തകർത്ത് കളഞ്ഞതാ. ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി സ്വർണം കൊടുത്തവരെ നിങ്ങൾ ഭാഗ്യവതികളാ. ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി 6000 കൊടുത്തവരെ, 5000 കൊടുത്തവരെ, 10000 കൊടുക്കുന്നവരെ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. ആ പെണ്ണ് പറയുന്നു, ഉസ്താദേ എന്റെ വാപ്പ മരിക്കുമ്പോ ഞങ്ങള് 4 മക്കളാണ്, 4 പെൺമക്കളാണ് ഉമ്മാക്കുള്ളത്. വാപ്പ മരിക്കുമ്പോ ഞങ്ങള് 4 പെൺമക്കൾ യതീമീങ്ങളായ, വാപ്പയില്ലാത്ത 4 മക്കളാണ് ഉമ്മാരെ മടിത്തട്ടിലുള്ളത്. അവസാന ഉമ്മയാണ് ഞങ്ങളെ 4 പേരെയും വളർത്തിയത്. ബന്ധുക്കള് സഹായത്തിനില്ല, കുടുംബക്കാര് സഹായത്തിനില്ല. എന്റെ ഉമ്മ വേറെ ഒരു വിവാഹം പോലും കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറ് 4 പെൺമക്കളല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരോടെ ജീവിച്ചു. എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോഴും എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ട് പോകലുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഓരോ ജുമാ നടക്കുന്ന പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഷാള് വിരിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ കർച്ചീഫ് വിരിച്ചിട്ട്, 4 പെൺമക്കളാണ്, അവരെ ചികിത്സിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ
കൊണ്ട് പൈസ പിരിക്കുമായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ 4 പേരും കൂടി പൈസ എണ്ണി നോക്കാറുണ്ട്. ചില ദിവസം 850 രൂപ കാണും, ചില ദിവസം 1000 രൂപ കാണും, ചില ദിവസം 350 രൂപ കാണും. അങ്ങനെ പൈസ എണ്ണി 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 എന്റെ പ്രിയപ്പെട്ട ഉമ്മ 1ാമത്തെ മോളെ കെട്ടിച്ചു. 3 പെമ്മക്കളുടെയും കല്യാണം. എന്റെ ഉമ്മ ഓരോ പള്ളിയിൽ പോയി ഓരോ സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്തു. ഓരോ നേതാക്കന്മാരുടെ വീട്ടുവളപ്പിൽ പോയിട്ട് അവര് കൊടുക്കുന്ന കാശ് കൊണ്ട് വന്നാണ് നടത്തിയത്. എന്റെ വിവാഹപ്രായമായപ്പോ എന്റെ ഉമ്മാക്ക് ഷുഗർ ബാധിച്ചുകൊണ്ട് ഉമ്മാടെ വലത്തേക്കാല് പഴുത്തറച്ചിട്ട് എന്റെ ഉമ്മാടെ കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ചു കളഞ്ഞു. ഉസ്താദ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, ഉമ്മ ഇനി ഇറങ്ങി നടക്കാൻ പാടില്ല. 1.5 കാലം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണേ നീ ഭാഗ്യം കെട്ടവളാ. നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്റെ വാപ്പ മരിച്ചുപോയത്. നിന്റെ വിവാഹത്തിന്റെ സമയമായപ്പോ എന്റെ കാലുകൂടി പോയല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഓരോ ദിവസവും പൊട്ടിക്കരയുമായിരുന്നു. ഉസ്താദേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞത്, പെങ്ങളെ നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. സ്ത്രീധനം കൊടുക്കണ്ട, 1 രൂപ പോലും കൊടുക്കണ്ട, 1 നാണയത്തുട്ട് പോലും നിനക്ക് ചിലവില്ല, നിന്റെ ഉമ്മാക്കൊരു കാശ് പോലും ചിലവ് വരൂല. എനിക്ക് വളരെ സന്തോഷമായി. തുള്ളിച്ചാടി കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നു. എന്നെ കാണാമെന്ന മണവാൾ എന്നോട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ മാറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണേ 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ നീ നിക്കാഹിന് സമ്മതിക്കാവൂ എന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മാട് കണ്ണീര് സഹിക്കാനാകാറ്. എന്റെ ജീവിതത്തിന്റെ സുഖം ഞാൻ മറന്നുപോയി, എന്റെ ജീവിതത്തിന്റെ സങ്കടം ഞാൻ മറന്നുപോയി, എന്റെ ജീവിതത്തിന്റെ ആഹ്ലാദം ഞാൻ മറന്നുപോയി. വാപ്പയില്ലാത്തവളായി പോയില്ലേ, അനാഥ പെൺകുട്ടിയായി പോയില്ലേ. അതുകൊണ്ട് ഞാനിനി എന്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞത്, ആരോട് പറയല്ല, എന്റെ ഉമ്മയോടും എന്റെ ബന്ധുക്കളോടും ആരോടും പറയരുത്, എന്റെ ഉമ്മയറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിക്കാഹിന് ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഞാനെന്നും ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ മണിയറ പങ്കിടാനുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ തിരുവനന്തപുരം ജില്ലയുടെ അനാഥ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടി പോലും കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര പാവപ്പെട്ടവര് കരഞ്ഞോ, ആ കണ്ണീരൊപ്പാ ഞങ്ങളുണ്ടെന്ന് പറയാ. പണമില്ലാതെ മരിക്കുന്നെങ്കിലങ്ങ് പോട്ടടോ, പവറില്ലാതെ മരിക്കുന്നെങ്കിലങ്ങ് പോട്ടടാ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി പണം മാറ്റി വെച്ചതിന്റെ പേരിൽ അല്ലാഹു കട്ടപ്പാട് തരുന്നെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിച്ചോ. ആ കട്ടപ്പാട് നമുക്ക് വേണമെടാ. അഭിമാനത്തോടെ പറഞ്ഞു. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സരസ്വര സാക്ഷി നിർത്തിയിട്ട് ചോദിക്കുകയാ, 7 പെൺമക്കളുടെ വിവാഹാവശ്യത്തിന് വേണ്ടി 10,001